നമസ്കാരം. എഡ്ജ് വിത്ത് എഡ്ജിന്റെ മറ്റൊരു വീക്കിലി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്ട്രാങ്കിൾ ആണ് നോക്കാൻ പോകുന്നത്. എന്താണ് സ്ട്രാങ്കിൾ? സ്ട്രാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഏത് അസറ്റിലാണോ ക്രയവിക്രയം നടക്കുന്നത് ആ വിലയിൽ നിന്നും ഒരു പ്രത്യേക ഓഫ്സെറ്റ്, അത് മുന്നോട്ട് ഇത്ര പിറകോട്ട് ഇത്ര. അതിപ്പോ സപ്പോസ് നിഫ്റ്റി 25,000 ട്രേഡ് ചെയ്യാൻ നിൽക്കും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ധാരണ ഒരു 500 പോയിന്റിൽ മുകളിലേക്ക് നിഫ്റ്റി പോവില്ല. അപ്പൊ ഞാൻ 25,500, അതുപോലെ പിറകെയിട്ട് ഒരു 600 പോയിന്റ് താഴോട്ട് ഇറങ്ങാൻ സാധ്യതയില്ല. അത് ഞാൻ വല്ല CPR പിവറ്റോ അതിന്റെ റെസിസ്റ്റൻസോ അല്ലെങ്കിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് വേറെ ഏതെങ്കിലും ഉപയോഗിച്ചിട്ടോ, അതും അല്ലെങ്കിൽ RSI അങ്ങനെ എന്തെങ്കിലും ഇൻഡിക്കേറ്ററോ നിങ്ങൾക്കൊരു ധാരണയുള്ള രീതിയിൽ നിങ്ങൾ എത്തുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിന്റെ ഇടയിൽ, അതായത് 25,500നും 24,600 ഇടയിൽ മാർക്കറ്റ് നിൽക്കുന്ന ഒരു ധാരണയിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് സ്ട്രാങ്കിൾ. അപ്പൊ കൃത്യമായ ഒരു ഓഫ്സെറ്റ്, അത് ഏത് ഭാഗത്തേക്കാണോ നിങ്ങൾക്ക് കൂടുതൽ കൺവിക്ഷൻ ഉള്ളത് അതിനനുസരിച്ച് കൂട്ടാൻ കുറയ്ക്കുക ഒക്കെ ചെയ്യാം. ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റവും അധികം തീറ്റാടിക്ക് കിട്ടുന്ന രണ്ടാമത്തെ ഒരു സ്ട്രാറ്റജിയാണ്. പക്ഷേ ഓപ്പൺ സ്ട്രാറ്റജി ആയതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായ റിസ്കുകളുണ്ട്. ഞാൻ വ്യക്തിപരമായിട്ട് സ്ട്രാങ്കിളിനെ വെറും സ്ട്രാങ്കിളായി നിലനിർത്തുന്നതിനോട് ഞാൻ യോജിക്കുന്ന ഒരാളല്ല. അപ്പൊ അതിന്റെ ഹെഡ്ജിങ് പർപ്പസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് വീഡിയോയിൽ നോക്കാം. ഇതിന്റെ വളരെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഇത് നമ്മളെ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് നമ്മളതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇതിന്റെ ഏറ്റവും ടെക്നോളജി ഏറ്റവും പുതിയത്, പഴയതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം അറിയാലോ, യൂട്യൂബിൽ ഇങ്ങനെ ഇത് ചെയ്യാൻ വയ്യാത്ത ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഏറ്റവും പുതിയ കാര്യങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കോണ്ടാക്ട് ചെയ്യുക. വിശദമായിട്ട് നമുക്ക് നമ്മുടെ സ്ക്രീനിൽ കാണാം. കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഒരുപാട് വ്യൂ വരുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രിപ്ഷൻ കുറവാണ്. ദയവായിട്ട് ആ കാര്യം ചെയ്യുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നല്ല നല്ല വിജ്ഞാനപ്രദമായ വീഡിയോകൾ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ദയവായിട്ട് മറക്കാതിരിക്കുക. എന്തെങ്കിലും സംശയമുള്ള ആളുകൾ താഴെയുള്ള വാട്സാപ്പ് നമ്പർ ഉണ്ട്, അതിൽ ദയവായി കോണ്ടാക്ട് ചെയ്യാൻ, അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങളതിലേക്ക് ജോയിൻ ചെയ്യുന്നതാണ്. വിശദമായ വിവരങ്ങൾക്ക് വേണ്ടി ദയവായിട്ട് ടെലഗ്രാം നിങ്ങൾ ജോയിൻ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ സ്ട്രാങ്കിൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റോ മറ്റു കാര്യമൊന്നുമല്ല. പൊതുവേ പറയും, ഏത് സ്ട്രാറ്റജി ആയാലും ശരി, അതല്ലെങ്കിൽ ഈവൻ ജീവിതത്തിലെ തന്നെ ഏത് കാര്യമായാലും ശരി, നമ്മൾ നല്ല തുടക്കം ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 50% വിജയിച്ചു എന്ന് പറയും. എന്നതുപോലെയാണ് സ്ട്രാങ്കിൾ ഉണ്ടാക്കുമ്പോൾ പരമ്പരാഗതമായിട്ട് ആളുകൾ വരുത്തുന്ന വലിയ തെറ്റുകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം ഇന്ന്. ഓക്കെ, അപ്പോൾ ഇതിൽ 2-3 തരത്തിലാണ് സാധാരണ ചെയ്യാറ്. ആളുകൾ ഫണ്ടമെൻ്റലി അല്ലെ ടെക്നിക്കലി എന്താണ് ആ അസറ്റിൻ്റെ സ്ഥിതി നോക്കും. ഇപ്പോൾ നമ്മൾ നിഫ്റ്റി തന്നെ നോക്കുകയാണ്. സപ്പോസ് നിഫ്റ്റിയിൽ ഞാനിപ്പോൾ ആങ്കേർഡ് വിവാപ്പ് മറ്റേ അതിൻ്റെ പഴയ ലോ, അതായത് കഴിഞ്ഞ 9-ാം മാസത്തിൽ വന്ന ലോ ഉണ്ടല്ലോ, നമ്മളെ ട്രംപിൻ്റെ രണ്ടാമത്തെ ഇതിൽ, അവിടെ ആങ്കേർഡ് വിവാപ്പൊക്കെ ഇട്ട് നോക്കിയിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി ഇതിൻ്റെ താഴത്തേക്ക് പോയില്ല എന്നാണെങ്കിൽ, പിന്നെ അല്ലെങ്കിൽ ഒന്ന് പോയാൽ തന്നെ ജസ്റ്റ് കയറി വരലേ ഉണ്ടാവുള്ളൂ. RSI ഒക്കെ വളരെ ഓവർബോട്ടാവും. അപ്പോൾ ഞാൻ ഇത് ഒരു പോയിൻ്റായിട്ട്, സെല്ലിംഗ് പോയിൻ്റായിട്ട് ഇവിടെ എവിടെ എടുക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മളെ പ്രീമിയം അടക്കി ഇതായിരിക്കും. അല്ലെങ്കിൽ അതുപോലെ ഇത് ആ രീതിയിലൊക്കെ നോക്കിയിട്ട് 1 hourലോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മറ്റേ ഏത് സെറ്റപ്പാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാനൊക്കെ സ്വിംഗ് ആണ് എൻ്റെ പ്രൈം സെറ്റപ്പ്. അപ്പോൾ ഇതിൽ നോക്കും പണ്ട് എവിടെയാണ് വന്നിട്ടുള്ളത്, പോയിട്ടുള്ളത്, എന്തൊക്കെയാണ് സ്ഥിതി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ എല്ലാവർക്കും അതിനുള്ള കഴിവുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളതിൽ ടെക്നിക്കൽ ആസ്പെക്റ്റ് ആയിട്ട് വേറൊരു കാര്യമാണ് ചിന്തിക്കാൻ. ഓക്കെ, അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അതിന് മുന്നേ ഞാൻ ഈ ജനുവരി മുതൽ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മളതിൽ കൊണ്ടുവരികയാണ്. അതായത് ഇപ്പം ഈ ഡിസംബർ 29 നമ്മുടെ അടുത്ത ഈ വർഷത്തെ ഫൈനൽ ബാച്ച് സൈലന്റ് ഇൻകം സ്ട്രാറ്റജീസിൻ്റെ, നിങ്ങളൊരു ബിസിനസ്സോ മറ്റു കാര്യങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ,
നിങ്ങളെ ഫ്രീ ടൈം മാറ്റി വെച്ചുകൊണ്ട് ഒരു ദിവസം 2 നേരോ 3 നേരോ മാർക്കറ്റിന്റെ മൂവ്മെന്റ് മാത്രം നോക്കി എങ്ങനെ നിങ്ങൾക്ക് സൈലന്റ് ആയിട്ടൊരു ഇൻകം ജനറേറ്റ് ചെയ്യാം. അതിന്റെ 6ാമത്തെ ബാച്ചാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഈ വർഷം ഇല്ല, അടുത്ത വർഷം ഫെബ്രുവരി മാർച്ചിലാണ് ആളുകൾ ഇതിനനുസരിച്ച്. ഇത് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബറിലാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഒരുപാട് ആളുകളുടെ ഇതിന്റെ പുറത്താണ് 2-3 മാസമായിട്ട് ബുക്ക് ചെയ്തിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതിന് ബന്ധപ്പെടാം. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 4-5 ബാച്ചുകൾ പഠിച്ചൊരു 10-100ഓളം ആളുകളുണ്ട്. ഇതിലൊരു 10, 30, 40 ആളുകളുടെ ഫീഡ്ബാക്ക് നമ്മളെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10 15 പേരെ നമ്പർ തരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ആളുകളെ നിങ്ങൾ ഇത് വിളിച്ചോളാം. ഓക്കെ, ഞങ്ങൾ പറയുന്ന ആളെയല്ല വിളിക്കുക. അതുപോലെ നമ്മൾ അടുത്ത ഇതിൽ തുടങ്ങാൻ പോകുന്നതാണ് ജനുവരി. ഇത് ഇപ്പൊ ഈ ഡിസംബർ ഫുള്ളായിട്ട് എന്തായിരിക്കും? ഫ്രീ കോൾ ആയിരിക്കും. ഇത് മറ്റേ സ്വിംഗ് ട്രേഡ് കോൾസ് ആണ്, ഷോർട്ട് ടൈം കോൾസ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ക്വാളിറ്റി നിങ്ങൾ നോക്കുക. എങ്ങനെ? ഈ മന്ത്, അതായത് ഡിസംബർ മന്ത്, വരാൻ പോകുന്ന മന്ത് മുതൽ കംപ്ലീറ്റ് ഫ്രീ ആണ് ജനുവരി വരെ. ജനുവരിയിൽ ക്വാളിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ കയറുക. അതിന് ചെറിയൊരു പൈസ ഞാൻ ഉറപ്പ് തരുന്നു, കേരളത്തിൽ ആരും ഇത്ര കുറഞ്ഞ കാശിന് ക്വാളിറ്റി കോൾസ് നിങ്ങൾക്ക് തരില്ല. ഒന്ന്. പിന്നെ അതുപോലെ നമ്മളൊരു പ്രോപ്പറേറ്ററി ട്രേഡിംഗ് ഗ്രൂപ്പ് ഉണ്ടാക്കേണ്ടതാണ്ടോ. പ്രോപ്പറേറ്ററി, ഇത് എൻ്റെ പേഴ്സണൽ ട്രേഡുകൾ ഞാനിതിൽ പ്രൊവൈഡ് ചെയ്യാന്നുള്ള. അതും ഞാൻ പറയുന്നു, ആരും അധികം ചെയ്യില്ല. കാരണം എന്താ? ടെൻഷനുള്ള കാര്യം. മാർക്കറ്റ് ഒന്ന് നന്നായിട്ട് താഴെ പോവുക, മുകളിൽ പോവുക, അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതിനെക്കുറിച്ച് ഫണ്ടമെൻ്റലായിട്ട് എങ്ങനെ, ഏത് രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇപ്പോൾ എങ്ങനെ ചെയ്യാം, ഏത് രീതിയിൽ ചെയ്യാം എന്നൊന്നും കൃത്യമായിട്ട് ആരും പഠിപ്പിച്ചും കൊടുക്കില്ല. ഉണ്ടെങ്കിൽ അവരുടെ റിസ്ക് എടുക്കില്ല. അതുകൊണ്ടാണ് എല്ലാവരും പഠിപ്പിച്ചാണ്ട് വിടും. ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്യുക, സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക എന്ന് പറയും. നമ്മളതല്ല, നമ്മൾ പഠിപ്പിച്ച് നിങ്ങളെ കൂടെ കൊണ്ടുവരുന്ന ഏതെല്ലാം അവസരങ്ങളിൽ മാർക്കറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുമ്പോൾ അത് എങ്ങനെ സർവൈവ് ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടാണ് നിങ്ങളെ വിടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സ്ട്രാങ്കിളിലേക്ക് പോകാം. അപ്പോൾ സ്ട്രാങ്കിൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? നിങ്ങൾ ടെക്നിക്കലായിട്ടുള്ള നോക്കാൻ എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ എനിക്ക് അറിയില്ല. പിന്നെ നമുക്ക് ഫണ്ടമെൻ്റലായിട്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്താണ്, നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ മാസം ഏറെക്കുറെ കഴിഞ്ഞു. ഇപ്പം ഞാൻ ഒക്ടോബർ 29 നമ്മളെ ഇതൊക്കെ എക്സ്പയറി ഒക്കെ കഴിഞ്ഞു. ലാസ്റ്റ് ഡേ ഞാൻ നോക്കി. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മന്ത്ലിയിൽ പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒന്ന്, കാരണം അപ്പോഴേ പ്രീമിയം ഉണ്ടാവുള്ളൂ, ഒന്നാമത്തെ കാര്യം. പിന്നെ പോരാത്തതിന് നമുക്ക് വലിയ വൈഡ് റേഞ്ച് ഉണ്ടാവും. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ പിന്നെ എപ്പോഴും 50 ഡെൽറ്റ 15 ഡെൽറ്റയിലേക്ക് മാറാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് എത്രത്തോളം നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുക. 15, ഈവൻ 16, ഇപ്പോൾ റൗണ്ട് സ്ട്രൈക്ക് 16 കിട്ടുകയാണ്, അല്ലെ 14 കിട്ടുകയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കരുത്. കാരണം ഒരുപാട് മാർക്കറ്റിൻ്റെ അടുത്തേക്ക് പോവാതിരിക്കുക, അതുപോലെ ഒരുപാട് ദൂരത്തേക്ക് പോവാതിരിക്കുക. നമുക്ക് റിസ്ക് റിവാർഡ് മറ്റു കാര്യങ്ങളൊക്കെ വേണം. അപ്പം മന്ത്ലിയിൽ ഇടുക, അതൊരു 15 ഡെൽറ്റ. ഇപ്പോൾ സപ്പോസ് ഇതിപ്പോൾ ഞാൻ 25,200, ഇത് റൗണ്ട് ഒന്നും അല്ല, പക്ഷേ 16 ആണ്. 15 തന്നെ ലിക്വിഡിറ്റി 150 ഈ 50 തൽക്കാലം ഒഴിവാക്കുക. അപ്പോൾ 25,500 ഞാൻ എന്ത് ചെയ്തു? ഞാൻ സെല് ചെയ്തു. ഇതിൻ്റെ 16 ആണ് ഡെൽറ്റ. ഓക്കെ, അതുപോലെ ഇവിടെയും വരിക, 16 ഡെൽറ്റ നോക്കുക, അല്ലെങ്കിൽ 15 ഡെൽറ്റ നോക്കുക. ഇതിൽ 15 അതുപോലെ തന്നെ സെയിം 50 വരുന്നത്. അപ്പം ഞാൻ 17 ഡെൽറ്റ, പിന്നെ 17 ഉള്ളൂ. നിങ്ങളെ റിസ്കിനനുസരിച്ച് വേണം, പക്ഷേ ഞാൻ കരുതുന്നു 17 അത്ര ഒരു കുഴപ്പമുള്ളതല്ല. അപ്പോൾ 17 ഞാൻ കൊടുത്തു. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഓക്കെ, ഇത് തമ്മിൽ പ്രീമിയം തമ്മിൽ വലിയ വ്യത്യാസമില്ല. പുട്ട് കോൾ പാരിറ്റി എന്ന സംഭവം ഒരുപാട് വ്യത്യാസമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നോർമൽ സ്ട്രാങ്കിൾ ഉണ്ടാക്കുക. പിന്നെ നിങ്ങളിതിൽ വേറെ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 40%, 45% പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൻ്റെ 10,000, നിങ്ങളൊരു 4,500 മുകളിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനടി ദയവായി നിങ്ങൾ പ്രോഫിറ്റ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കാതിരിക്കുക. അല്ലെങ്കിൽ ഇത് വേറെ സ്ട്രാറ്റജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവും, ഇതിന് യാതൊരു ഹെഡ്ജും ഇല്ല, അല്ലേ? ഇത് ഇപ്പുറത്തേക്ക് അൺലിമിറ്റഡ് ലോസ് ആണ്, ഇപ്പുറത്തേക്ക് അൺലിമിറ്റഡ് ലോസ് ആണ്. ഓക്കെ, അതായത് ഇതൊരു ഡേഞ്ചർ മൂവ് ആണ്. വലിയൊരു
ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയൊക്കെ എത്തുമ്പോൾ തന്നെ അവിടെ ഇവിടെ നിന്ന് കളിച്ചൊരു 4-5 ദിവസം ഇവിടെയൊക്കെ നിന്ന് കളിച്ചതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ പ്രോഫിറ്റ് വരും. ഈവൻ നിങ്ങൾ ഇവിടെ ആണെങ്കിലും ഇവിടെ നിന്നു 2-3 ദിവസം ഈ ഭാഗത്ത് ഇവിടേക്ക് കളിച്ച് ഈ ഭാഗത്ത് വരുമ്പോൾ നല്ല പ്രോഫിറ്റ് ആവും. അപ്പം നിങ്ങളൊന്നും ചെയ്തില്ല, പിറ്റേന്ന് ഒരു 2% ഗ്യാപ് ഡൗൺ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ പ്രോഫിറ്റും പോയി. നിങ്ങൾ എന്താവും, ഇതാ 26,000 24,000 ഒക്കെ ലോസ് ആവുമെന്ന് കാട്ടും. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 രീതിയിലാണ് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഒന്ന്, നിങ്ങൾ പിന്നെ ഫുൾ ടൈം ഹെഡ്ജ് എന്നുള്ള രീതിയിൽ ഇതിന് ബൈ വാങ്ങിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പകൽ സമയമുണ്ട്, നിങ്ങൾക്ക് നോക്കാൻ കഴിയുന്നുണ്ട്, മാർക്കറ്റിൽ നിങ്ങൾ റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് ആണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഓവർനൈറ്റ് റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെ. അത് ഒരു 3 മണിക്ക് ശേഷം നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം ഇതുള്ള ഒരാളാണെങ്കിൽ, മാർക്കറ്റ് ശ്രദ്ധിക്കാൻ സമയമുണ്ട്, അത്യാവശ്യം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ച് ധാരണ ഉള്ള ആളാണെങ്കിൽ നിങ്ങളൊരു 3:20 ആകുമ്പോൾ 3:25 ആകുമ്പോൾ വരിക. എവിടെയാണ് വരേണ്ടത്? ദയവായിട്ട് മന്ത്ലിയിൽ പോകരുത്. അതിലൊരു കാരണമുണ്ട്. കാരണം എന്താ അറിയോ, ഇപ്പോൾ നിങ്ങൾ വീക്കിലിയിൽ വരിക. വീക്കിലിയിൽ മിനിമം ഒരു 5-6 ദിവസം ഉള്ളത് വേണം. അതിപ്പോൾ 4-ാം തീയതിയാണ്. അപ്പോൾ 2-ാം തീയതിക്കായിട്ട് പിന്നെ 4-ാം തീയതി പോയി സെലക്ട് ചെയ്യാതൊക്കെ. അങ്ങനെ ആകുമ്പോൾ അടുത്ത വീക്കിൽ 11-ലേക്കൊക്കെ വരിക. അപ്പോൾ ആ വീക്കിലിയിൽ പോവുക. വീക്കിലി പോയിട്ട് ഇതിൻ്റെ 15% എത്രയാണോ ഇതിൻ്റെ വാല്യൂ, അതിൻ്റെ മിനിമം 15% എങ്കിലും ഉള്ള ഇതിൻ്റെ ഹെഡ്ജ് ആയിരിക്കണം വാങ്ങേണ്ടത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 15%, അതായത് ഇപ്പോൾ 70 ഉറുപ്പ്യേൻ്റെ 71 ഉറുപ്പ്യേൻ്റെ ഇതിൻ്റെ 15% എന്നുള്ള ഉദ്ദേശം 10 രൂപേൻ്റെ വരും. അപ്പോൾ 10 രൂപേൻ്റെ വീക്കിലി, അത് 10 രൂപ അതിൻ്റെ മുകളിലേക്ക്. അപ്പോൾ ഇത് കണ്ടോ, ഇതൊന്നും നിങ്ങൾ നോക്കണ്ട. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ സ്റ്റോക്ക് മോക്ക് ഓബ്സ്റ്റക്ക് അതിനൊക്കെ വീക്കിലിയും മന്ത്ലിയും കൂടി എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതിന് മനസ്സിലാവാത്തതുകൊണ്ട് അത് ഈ രീതിയിൽ പെരുമാറുന്നതാണ്. അപ്പോൾ 62ൻ്റെ ഇത് 15% തന്നെ ഉദ്ദേശം 10 രൂപ, അതും ഇതുപോലെ 10 രൂപ. അത് ഞാൻ ഇത് ലിക്വിഡ് 10 രൂപ, ഓക്കെ, ഉദ്ദേശത്തിൻ്റെ അടുത്ത്. അപ്പോൾ 2 ഭാഗത്ത് എന്ത് ചെയ്തു, ഇത് വാങ്ങിച്ചു. അപ്പോൾ ഈ കാര്യം ഞാൻ പറഞ്ഞേ, ഇനിയിപ്പോൾ വലിയ ഗ്യാപ്പ് അപ്പ് ഒക്കെ ഉണ്ടായാൽ പോലും നിങ്ങൾ പിറ്റേന്ന് മുതൽ പ്രോഫിറ്റിലേക്കാണ് വരിക. കണ്ടോ, ഇനി അവിടുന്ന് ഇപ്പോൾ ഒരു വലിയ നിങ്ങൾക്ക് നഷ്ടമല്ല കാണിക്കുക. ഒന്നാമത് നേരെ മറിച്ച് നിങ്ങൾ മന്ത്ലി ചെയ്യുമ്പോൾ തരാറുണ്ടാകുക. മന്ത്ലിയിൽ ഇതിൻ്റെ 15% പോകുമ്പോൾ ഇതിൻ്റെ ഡെൽറ്റ ഉദ്ദേശം 8 പിന്നെ 7 ഒക്കെ ഉണ്ട്. നേരെ മറിച്ച് ഞങ്ങൾക്ക് മന്ത്ലിയിൽ കാണിച്ചു തരാം. മന്ത്ലിയിൽ അത്രയൊന്നും ഡെൽറ്റ ഉണ്ടാവില്ല. 7 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ ഉണ്ടാവുന്ന ഡെൽറ്റ 0.3 ആണ്. അതായത് വളരെ കുറഞ്ഞ ഡെൽറ്റ അതിലുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ സാധനം 71 ഉറുപ്പ്യേൻ്റെത് അപ്പോൾ നാളെ ഒരു വലിയ ഗ്യാപ്പ് അപ്പ്, ഒരു 1%-ൻ്റെ മുകളിലേക്ക് ഒരു 300 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഉണ്ടാകുമ്പോൾ ഇത് ചിലപ്പോൾ 120 ഉറുപ്പ്യാവും. ഓക്കെ, സപ്പോസ് 120. അപ്പോൾ ഈ സാധനം എത്രയാവും? ഇതിൻ്റെ ഇരട്ടീൻ്റെ കൂടുതലാവും. അപ്പോൾ അതായത് 25 ഉറുപ്പ്യാവും, ഒരു സംശയം വേണ്ട. അപ്പോൾ ആ ഇതിൽ വരുന്ന നഷ്ടം ഇത് ചെറുതായിട്ടെങ്ങനെയാണെങ്കിലും കോമ്പൻസേറ്റ് ചെയ്യും. വീക്കിലിയിൽ ഡെൽറ്റ കൂടുതലാണ്. നേരെ മറിച്ച് മന്ത്ലിയിലാണ് നിങ്ങൾ 10 രൂപേൻ്റെ സാധനം വാങ്ങുന്നതെങ്കിൽ അത് 12 ഉറുപ്പ്യോ 13 ഉറുപ്പ്യോ ഉള്ളു. കാരണം അതിൻ്റെ വീക്കിലിയിലെ അതിൻ്റെ ഡെൽറ്റ വളരെ മോശമാണ്. അറിയാലോ, 3 ആണ്. മറ്റേതിൻ്റെ അതിൻ്റെ ഉദ്ദേശം 3 ഇരട്ടിയോളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി മറക്കാതിരിക്കുക. ഇത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇതിപ്പോൾ ഈ ഭയങ്കര ഗ്യാപ്പ് അപ്പ് ഒക്കെയാണ് വരുന്നതെങ്കിൽ പോലും നോക്കൂ, നിങ്ങൾ പിറ്റേ ദിവസങ്ങൾ 1200 1800 ഉറുപ്പ്യോളം പ്രോഫിറ്റിലാണ്. അപ്പോൾ കാര്യം മറക്കാക്കുക. ഇത് എന്നിട്ട് എന്ത് ചെയ്യുക, വേണമെങ്കിൽ 9:20 ആകുമ്പോൾ നിങ്ങൾ ക്ലോസ് ചെയ്യുക. നിങ്ങൾക്ക് ആകെ 9:25 3:25 അത് ഓപ്പൺ ചെയ്ത് രാവിലെ 9:20 ആ ഒരു ടൈം ഡീക്കേ മാത്രമേ വരുള്ളൂ. അത് ചിലപ്പോൾ മേ ബി വൺ സൈഡ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടാവും. 2 ഉറുപ്പ്യ കൂടും, മറ്റടുത്ത് 2 ഉറുപ്പ്യ കുറഞ്ഞാൽ. അപ്പോൾ അത് നിങ്ങൾക്കൊരു നഷ്ടമല്ല. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഒന്ന്, പിന്നെ മന്ത്ലിയിൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾ ടെക്നിക്കലായിട്ട് അറിയുന്ന ആളല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡെൽറ്റ നോക്കി 15 ഡെൽറ്റ 16 ഡെൽറ്റ അതിൽ എപ്പോഴാണ് 14 ഡെൽറ്റ അതിൽ ഏതിലാണ് റൗണ്ട് സ്ട്രൈക്ക് വരുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. 40 to 45% ആവുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ലോക്ക് ചെയ്യുക ചെയ്യുക. ലോക്കിങ് ഞാനിതിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ പിന്നെ അടുത്തൊരു കാര്യം എന്താണ്,
നിങ്ങൾ ഈ 15% ഇത് വാങ്ങിക്കഴിഞ്ഞാൽ വീക്കിലിയിൽ വാങ്ങുക. വാങ്ങിക്കഴിഞ്ഞാലുള്ള ഗുണം ഞാൻ പറഞ്ഞു തന്നു. ഇത് ഡബിൾ ആവുമ്പോൾ മറ്റത് ഡബിളിൻ്റെ മുകളിലേക്കാവും. ഓക്കെ, കാരണം അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സാധനങ്ങളൊക്കെ മറ്റേ ഞാൻ പറഞ്ഞു ഈ 1445 ഡെൽറ്റ പിന്നെ 1415 ഡെൽറ്റയിലേക്ക് വന്നു കഴിഞ്ഞ് ഈ സാധനം ഇപ്പോൾ വൺ സൈഡിലേക്ക് മൂവ് ചെയ്യാം. ഇപ്പോൾ സപ്പോസ് ഇത് ഇവിടേക്ക് മൂവ് ചെയ്തു, അപ്പോൾ എന്താണ്, ഇത് ഡ്രൈ ആവും, ഇത് കൂടുതലാവും അല്ലേ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് ഭാഗത്തേക്കാണോ പോകുന്നത് ആ ഭാഗത്തെ പ്രൊട്ടക്ഷൻ കൂടുതലാക്കണം. അപ്പോൾ അതായത് ഇപ്പോൾ ഇത് സെൻറ്ററിൽ നിങ്ങൾ തുടങ്ങണ അന്ന് ഇങ്ങനെ മതി. ഇപ്പോൾ 3 മണിക്ക് നിങ്ങൾ പൊസിഷൻ എടുത്തു, പിന്നെ ഒരു 3:25 ആകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഈ ഇത് 10 രൂപേൻ്റെയും മറ്റേതും 10 രൂപേൻ്റെ അടുത്തുള്ള ഇത് വാങ്ങിച്ചു, അതൊക്കെ. നേരെ മറിച്ച് പിറ്റേന്ന് മാർക്കറ്റ് ഒന്ന് ഇങ്ങോട്ട് നീങ്ങി, ഒരു നിങ്ങൾ പോകുന്നതിന് ഒരു 1% ഏത് ഭാഗത്തേക്ക് പോകുന്നത്, അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ചെയ്യേണ്ട കാരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും ചെയ്യുന്ന രീതിയിലുള്ള പരിപാടി കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടില്ല. അക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിത് ശാസ്ത്രീയമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഈ രീതിയിലൊന്നുമല്ല, അതൊക്കെ എക്സ്റ്റൻഷൻ, ഓഫ്സെറ്റ്, റോളിംഗ് ഓവർ, ഇങ്ങനെയൊക്കെയുള്ള മീഡിയൻ എന്നുള്ള രീതികളൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതൊക്കെ ശാസ്ത്രീയമായിട്ട് വേറെ സ്പ്രെഡ് ഫിറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മളത് എക്സ്റ്റെൻഡ് ഒക്കെ ചെയ്യുക. അപ്പോൾ അതൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ഗ്രൂപ്പിൽ വരിക, ഇത് ജോയിൻ ചെയ്യുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോഴേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് മാനേജ് ചെയ്യുന്ന ശാസ്ത്രീയമായ രീതിയുണ്ട്. അപ്പോൾ ഇതിന് മിനിമം നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്, ഇതൊരു 1% മുകളിലേക്ക് വൺ സൈഡിലേക്ക് മൂവ് ചെയ്തതിൻ്റെ അന്നത്തെ ഹെഡ്ജ് 20% എങ്കിലും ആക്കണം. അതായത് അപ്പോഴത്തെ വിലയുടെ, ഇതിപ്പോൾ 70 റുപ്യേൻ്റെ സാധനം 90 റുപ്യയായി, അപ്പം നിങ്ങൾ എടുക്കേണ്ട ഒരു 20% 18 റുപ്യേൻ്റെ. കാരണം നാളെ വീണ്ടും ആ സൈഡിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്കത് വളരെ ഡേഞ്ചർ ആയിരിക്കും. അപ്പോൾ ആ 18 ഉള്ളത് നിങ്ങൾക്ക് 40-45 റുപ്യ ആയിരിക്കും. ഈ സാധനം ആ സമയത്ത് ഡബിളൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത് കോമ്പൻസേറ്റ് ചെയ്യും. അപ്പോൾ ഇതൊന്നും ആരും പറഞ്ഞു തരാത്ത കാര്യമാണ്. അത് എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളതും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. കാര്യം ശ്രദ്ധിക്കുക. 3:25 ആകുമ്പോൾ ഏത് ഭാഗത്തേക്കാണോ നിങ്ങൾ പോയിട്ടുള്ളത് അവിടേക്ക് ഒരു 15-20% ഞാൻ എടുക്കാറ്. അത് തുടക്കക്കാരുള്ള ദയവായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. എത്രയാണോ വാല്യൂ അതിൻ്റെ ഒരു 20% എന്ത് ചെയ്യുക, ശക്തമായ ബൈ വാങ്ങിക്കാൻ നിൽക്കുക. വെറുതെ 2 റുപ്യേൻ്റെ 3 റുപ്യേൻ്റെ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് മേ ബി ഇത് 2 ലക്ഷം റുപ്യ ഉള്ളത് 1.25 ആവും. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യം ഉണ്ടാവില്ല. വൺ സൈഡിലേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റിമുലേഷൻ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ്, മറ്റേ ഞാൻ പറഞ്ഞു 45% ഇതായി കഴിഞ്ഞ് ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം. അത് നോക്കാം. ഞാനിത് ഒന്ന് നോക്കിയിട്ടല്ല വെച്ചിട്ടുള്ളത്, ഇതിലെന്താ സ്ഥിതി നോക്കാം. ഇപ്പം ഞാൻ പറഞ്ഞു ഒരു 1% ഒക്കെ നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര ചെയ്യണം എന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഇത് നോക്കാം. ഇത് 118 എൻ്റർ ചെയ്തു. ഇത് പിന്നെ ഇതിപ്പോൾ 2 ഭാഗത്തും DK വന്നുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇത് കുറയുമ്പോൾ, പ്രൈസ് കുറയുമ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ കുറച്ചാലും മതി. ഓക്കെ, അപ്പോൾ അതാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ നമുക്കൊന്നുകൂടി നോക്കാം. ഇത് കണ്ടോ, പെട്ടെന്ന് ഒരുപാട് പോയി. ഇത് 168ആയി. അപ്പോൾ ഇന്ന് വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ വാങ്ങിക്കേണ്ട എത്ര, ഇതിൻ്റെ ഒരു 15 മിനിമം 15-20%, അതായത് 16-30 റുപ്യേൻ്റെ നിങ്ങൾ വാങ്ങിക്കണം. അത് വൺ സൈഡ്, അത് നിങ്ങൾ കഷ്ടി 2 ദിവസം കൂടിയായിട്ട് 5-10 മിനിറ്റിന് വേണ്ടിയിട്ട് ആ കാര്യം ശ്രദ്ധിക്കുക. പക്ഷെ അത് തരുന്ന പ്രൊട്ടക്ഷൻ വലുതാണ്, ആ കാര്യം മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് വരുന്നുണ്ടോ നോക്കാം. ഇതിൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എങ്ങനെയാണ് ലോക്ക് ചെയ്യാന്ന് കാണിക്കുക. ഇത് കണ്ടോ, അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പം നമ്മൾ ചെയ്യുക വേറെ ഒരു സംവിധാനമാണ്. ഇവിടെ ഒരു സ്പ്രെഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുക. ഇത് ബുക്ക് ചെയ്യും, എന്നിട്ട് ഇവിടെ ഒരു സ്പ്രെഡ് ഫിറ്റ് ചെയ്തു, ഇത് കുറച്ച് ഇന്റർമണി പോയിട്ട് അപ്പോൾ ഇവിടെ വീണ്ടും ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ ശാസ്ത്രീയമായിട്ട് പഠിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇത് എങ്ങോട്ടാ പോവാന്നറിയാം. ഇതിപ്പോൾ എവിടേക്ക് പോകുന്നു അതിനനുസരിച്ച് നമുക്ക് ഓക്കെ. ഇപ്പോൾ അത് കണ്ടോ, ഉദ്ദേശം ഒരു 40-45% ആയി പ്രോഫിറ്റ് അല്ലേ? അപ്പോൾ എൻഡ് ഓഫ് ദ ഡേ ആയി. അപ്പോൾ ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞത്, 40-45% ഒക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ലോക്ക് ചെയ്യുക. അപ്പോൾ പ്രോഫിറ്റ് ലോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോക്കറ്റ് ടെക്നോളജി ഒന്നും ഇതിലില്ല. ഇതിൽ നിങ്ങൾക്ക് 2 രീതിയിലാണ് ചെയ്യുക. ഒന്ന്, എത്രയാണോ നിങ്ങൾ സെല്ല് ചെയ്യുന്നത്, 23,000 PE, അപ്പോൾ അതിൻ്റെ തൊട്ട് ഉള്ളിലേക്ക് എഡ്ജ് വാങ്ങിക്കുക, അത്ര തന്നെ ഉള്ളൂ.
അപ്പം ഞാനത് 23,100 എന്ത് ചെയ്യുന്നു, ബൈ ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇത് എത്രയാണ്, 25,400 25,400 അപ്പം ഞാൻ 25,300 എന്ത് ചെയ്യുന്നു, ബൈ ചെയ്യുന്നു. ഇപ്പം എന്തായി, സംഭവം പ്രോഫിറ്റ് ലോക്കായി. ഇനി എങ്ങോട്ട് പോയാലും നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല. ഓക്കെ, ഇപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഇവിടുന്ന് എക്സ്പയറി വരെ ഇത് കീപ്പ് ചെയ്താൽ നിങ്ങൾക്ക് 12,000 വരെ പ്രോഫിറ്റ് ഉണ്ടാവാം, മിനിമം പ്രോഫിറ്റ് ഇതാവും. അപ്പോൾ വൈൽഡ് മൂവ്മെന്റ് നിങ്ങൾക്ക് പേടിക്കണ്ട, ഇങ്ങനെ ചെയ്യാം. ഇതൊരു രീതിയാണ്. പിന്നെ ഇനി ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പെർമനന്റ് ഹെഡ്ജ് വാങ്ങിച്ചു കൊടുക്കുക. എങ്ങനെയാണ് പെർമനന്റ് ഹെഡ്ജ്? അപ്പോൾ ഒരു സ്ട്രാറ്റജി ആയിട്ട് മാറും അത്. ഓക്കെ, അതായത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ സെല്ലിംഗ് ആണല്ലോ, നമ്മൾ സെല്ലിങ്ങിലേക്ക് നിന്ന് ഒരു 200 പോയി, 200 ഇതെന്ത് ചെയ്യുന്നു, ബൈ ചെയ്യുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാം, ഇതൊരു അയൺ കോണ്ടറായിട്ട് മാറും. അപ്പോൾ അതുപോലെ 25,400 100 200 ഇതെന്ത് ചെയ്യുന്നു, ഞാൻ ബൈ ചെയ്യുന്നു. ഇതെന്തായി, അയൺ കോണ്ടറായിട്ട് മാറി. പിന്നെ എനിക്ക് അയൺ കോണ്ടറിൻ്റെ ഇത് അറിയെങ്കിൽ, അഡ്ജസ്റ്റ്മെന്റ് അറിയെങ്കിൽ ഇതുപോലെ വലിയ വൈഡ് റേഞ്ച്, ഇതിപ്പം അൺലിമിറ്റഡ് പ്രോഫിറ്റോ കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ വൺ സൈഡ് നാളെ ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഇത് വീണ്ടും ഒരു 50 പോയിന്റ്, അത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അടുത്തതിൽ ശാസ്ത്രീയമായിട്ട് എങ്ങനെ അയൺ കോണ്ടർ മറ്റേ അതിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ രീതിയിലൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സ്ട്രാറ്റജീനെ രക്ഷിച്ചെടുക്കാം. ആ കാര്യങ്ങൾ മറക്കാതിരിക്കുക. അപ്പോൾ ഫുൾ പ്രോഫിറ്റിന് വെയിറ്റ് ചെയ്യാതിരിക്കുക. പറ്റുമെങ്കിൽ പ്രോഫിറ്റ് 40-45% ആകുമ്പോൾ 40% ആകുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ലോക്ക് ചെയ്യുക. പിന്നെ ഇതുപോലെ അയൺ കോണ്ടറായിട്ടോ ഇതിൽ തൽക്കാലം മാറ്റുക, അൺലിമിറ്റഡ് ലോസ് നിന്ന് രക്ഷപ്പെടുക. അതല്ലെങ്കിൽ ബുക്ക് ചെയ്യുക. അപ്പം ഞാൻ ഈ പറഞ്ഞ 4-5 തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കാതിരിക്കുക. ഫൈനലായിട്ട് ഒരു കാര്യം കൂടി പറയാം. ഒരുപാട് ആളുകൾ ഇപ്പോൾ പുതുതായിട്ട് നമ്മളെ ചാനൽ കാണുന്നുണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യില്ല. ഒരാളിങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നതല്ലേ, നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട, ഇതിൽ ഒരുപാട് ക്വാളിറ്റി ആഡഡ് വീഡിയോസ് ധാരാളം വരാനുണ്ട്. ഞാൻ ഈ 250 ആൾ കാണുന്ന സാധനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓഫ്സെറ്റ് ബോളിഞ്ചർ ബാൻഡോ അല്ലെ മറ്റേതിൻ്റെയൊക്കെ ഇതെടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടാവില്ല. അതുകൊണ്ടാണ്, കാരണം ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ്. കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഔട്ട്ഡേറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജികളല്ല ഞാൻ സാധാരണ പഠിപ്പിക്കുന്ന ബാച്ചിലാണെങ്കിൽ ശരി, നിങ്ങൾക്കായാലും ശരി അങ്ങനത്തെ വീഡിയോകൾ ഉണ്ടാവുക. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഇതുവരെ കണ്ടതിൽ നന്ദി, നമസ്കാരം.